യഥാർത്ഥത്തിൽ ഹിപ്നോട്ടിസ്റ്റിന് ഒരു കഴിവില്ല. ഹിപ്നോസിസിന് ഭയങ്കരമായിട്ട് മിസ്ലീഡ് ചെയ്യപ്പെടുന്നൊരു സമയമാണിപ്പം. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഈ മരിച്ചവരെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ കയറ്റി നിർത്തി കാണിക്കുക. എന്നെ എത്ര പേര് വിളിച്ചെന്ന് അറിയോ, എൻ്റെ മരിച്ചുപോയ അമ്മയൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ, എൻ്റെ പപ്പ മരിച്ചിട്ട് ഇപ്പം 3 മാസമായിട്ടുള്ളൂ, ഇങ്ങനെയൊക്കെ കാണിക്കുക. എൻ്റെ പുറകെ നടന്നിട്ട് ഇവിടെ നടക്കുമ്പോൾ മ്യൂസിക് ബാൻഡിന് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സിനിമ പാട്ടുകൾ പാടുന്ന പരിപാടികളാണ് കൂടുതൽ. സ്വന്തമായ പാട്ട് വേടനാണ് സ്വന്തമായ പാട്ടുകൾ പാടുന്നത്. നമുക്ക് ഈ ഷോ പാരമ്പര്യം ഇല്ലാത്ത ഒരു രാജ്യമാണ്. നമുക്കിവിടുത്തെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് സിനിമയാണ്. യേശുദാസ് പാടിയ പാട്ട് വേറൊരാളുടെ ശബ്ദത്തിൽ എന്തിനാ കേൾക്കുന്നത്? ശരിയാണ്, അദ്ദേഹത്തിന്റെ സൗണ്ടിൽ കൂടെ കേട്ടപ്പോഴേ. ആദ്യം ഞാൻ നല്ല സുഹൃത്തുക്കളാണ്, ഞങ്ങൾ ഷോസിനെ കുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ബാക്കി നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മെന്റലിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാരൊന്നും പ്രൊഫഷണൽസ് അല്ല. മെന്റലിസത്തിന്റെ തന്നെ പല ട്രിക്കുകൾ റിവീൽ ചെയ്ത യൂട്യൂബ് ചാനൽസ് ഒരുപാടുണ്ട്. അതിനോട് എന്താണ് ഒരു ടേക്ക്? എന്താണ് ശരിക്കും നമ്മൾ ഈ ദേശീയ പരിപാടിക്കൊക്കെ പോവാന്ന് പറയില്ല. ഓരോ മനുഷ്യനും ഓരോ മാനസിക നിലയല്ലേ, പിന്നെ അവരുടെ അന്നമായിട്ട് അവരത് കാണിക്കുന്നു. അപ്പം നമ്മളതിനെ എന്നാ പറയുന്നത്, അയ്യോ എൻ്റെ മനസ്സിലിരിക്കുന്നൊക്കെ പറയൂ, അയ്യോ നോക്കണ്ട ഇങ്ങനെയൊക്കെ അത് തന്നെ എനിക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നു. അപ്പം മമ്മൂക്കയുടെ ഒരു മലയാളത്തോട് ചോദിച്ചാൽ എനിക്ക് ഈ പണിയല്ലേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത്രയും പാഷനേറ്റ് ആണ്. ഈ ജ്യോതിശാസ്ത്രം കാരണം എത്ര പേർക്ക് ചൊവ്വാദോഷം ഉണ്ടായിട്ട് ജീവിതം കോഞ്ഞായിട്ടായിട്ട് വീട്ടിൽ കൊണ്ടുപോയി, എത്ര കല്യാണങ്ങൾ മുടങ്ങിയിട്ട് അവർ സങ്കടപ്പെട്ടിരിക്കുന്നു. എന്തുള്ളത്, എന്താ ഉള്ളത്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമുക്ക് കൃത്യമായിട്ട് ഫലമുണ്ട്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. എനിക്ക് അറിയാൻ ആഗ്രഹമുള്ള ടോപ്പിക്കാണ്, പ്രത്യേകിച്ച് ഈ മെന്റലിസം പറയുമ്പോൾ അതിലൊരു ഹൊററിന്റെ എലമെന്റ് എന്ന് പറഞ്ഞല്ലോ. അത് എന്റെ ഷോകൾ ഞാൻ ഉപയോഗിക്കുന്നത്. എല്ലാ ആളുകളും ഹൊറർ ഒന്നും കാണിക്കണം, അവർക്ക് കോമഡി ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടം. കോമഡി രീതിയിലായിരിക്കും എല്ലാം അവതരിപ്പിക്കുക. ഞാൻ ഇപ്പം മിസ്റ്ററി ലെവലിലുള്ള സാധനങ്ങളാണ്, ക്യൂരിയോസിറ്റി കൂടുതൽ ബിൽഡ് ചെയ്യുന്ന തരത്തിലുള്ള ഹൊറർ ടൈപ്പ് സാധനമാണ് ഞാൻ അവതരിപ്പിക്കുക. നമുക്ക് ഈ ഷോ പാരമ്പര്യം ഇല്ലാത്ത ഒരു രാജ്യമാണ്. നമുക്കിവിടുത്തെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമ കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ പലതും. അത് ഇവിടെയാണ്. പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ സിനിമയ്ക്കൊന്നും വലിയ പ്രാധാന്യമില്ല. മെന്റലിസം ഷോകൾ നടക്കുന്ന തിയേറ്റേഴ്സ് ഉണ്ട്, അതിനകത്തൊക്കെ പോയിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മുടെ കിളി പോകും. ഇതൊന്നും വെളിയിൽ വരില്ല. ഇത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ അതൊക്കെ റൈറ്റ്സ് ഉണ്ട്, മനസ്സിലായില്ല. ഇതൊന്നും ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നതല്ല. അപ്പോൾ ഇതൊക്കെ അവിടെ പോയിരുന്നേ കാണാൻ പറ്റുള്ളൂ. ഇപ്പം ടിക്കറ്റ് എടുത്തൊക്കെ നമ്മുടെ ഷോസ് കാണാൻ വരുന്ന ആൾക്കാർ, എൻ്റെ ഇപ്പം റീസെൻ്റ്ലി ഒരു ഷോ ഞാൻ ടിക്കറ്റ് ഷോ ചെയ്തു, ഹൗസ് ഹോൾഡ് ഷോ. അപ്പം നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ആളുകൾ കാണാനുണ്ട് എന്നുള്ളത് പോസിറ്റീവായ കാര്യമാണ്. വേറെ ഏതോ വഴിക്ക് പോയി പോട്ടെ. അല്ല, അതിനർത്ഥം എന്നാ വെച്ചറിയാം, നമുക്കിവിടെ ഇങ്ങനെ ഈ പെർഫോമിംഗ് ആർട്ട് എന്ന് പറയുന്ന സാധനമൊന്നും വളരെയധികം ഇല്ല, കുറവാണ്. ഇവിടെ സംഗീത പരിപാടികളും കച്ചേരികളൊക്കെയാണുള്ളത്. മ്യൂസിക് ബാൻഡുകൾ നടക്കുന്നുണ്ട്. ഇവിടെ നടക്കുമ്പോൾ മ്യൂസിക് ബാൻഡിന് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സിനിമ പാട്ടുകൾ പാടുന്ന പരിപാടികളാണ് കൂടുതൽ. സ്വന്തമായ പാട്ട് വേടനാണ് സ്വന്തമായ പാട്ടുകൾ പാടുന്നത്, അല്ലേ? അപ്പം ആ തരത്തിലേക്ക് ഇനി വരും. ഇതെല്ലാം മാറും. ഇതൊരു പ്രൊഡിക്ഷൻ ആയിട്ട് വെച്ചു, നോസ്ട്രഡാമസിന്റെ പ്രൊഡിക്ഷൻ പോലെ എടുത്ത് വെച്ച് ആളുകൾ ഇനി അങ്ങനെ വരും. സിനിമാ പാട്ടുകൾ പാടുന്ന ആൾക്കാരുടെ പാട്ടുകൾ കേൾക്കാനല്ല. കാരണം യേശുദാസ് പാടിയ പാട്ട് വേറൊരാളുടെ ശബ്ദത്തിൽ എന്തിനാ കേൾക്കുന്നത്? ശരിയാണ്, അദ്ദേഹത്തിന്റെ സൗണ്ടിൽ കൂടെ കേട്ടപ്പോഴേ. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്നോട് വിരോധം തോന്നുന്നറിയോ? ഇങ്ങനെ പാടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെതിരായി സംസാരിച്ച പോലെ അവർ ചിന്തിക്കേണ്ടതെന്നറിയോ, അതിലെന്തോ ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ അപ്ഡേറ്റ് ചെയ്യപ്പെടണമല്ലോ, അല്ലെങ്കിൽ ഞാൻ മാറേണ്ട ഇടത്ത് മാറേണ്ടേ എന്ന് ചിന്തിക്കുന്നതല്ലേ കുറച്ചുകൂടെ. എല്ലാത്തിനും രണ്ടാമത്തെ ഒരു വശമുണ്ടല്ലോ. അതെ. ഞാൻ ഈ ആദ്യമായിട്ട് മെന്റലിസം കാണുന്നത് ഞാൻ യൂട്യൂബിൽ തന്നെയാണ് കാണുന്നത്. അല്ലാണ്ട് നമ്മളിപ്പം അല്ലാതുള്ള ഷോസൊക്കെ വളരെ ആ സമയത്ത് കുറവാണ്. ഈ അദ്ദേഹത്തിന്റെ പേര് പ്രൊനൗൺസ് ചെയ്യുന്നത് എക്സാക്ട്ലി കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ലിയോൺ ഷുഷാഡ് എന്നാണെന്ന് തോന്നുന്നു, അങ്ങനെയല്ലേ പ്രൊനൗൺസ് ചെയ്യുന്ന പേര്. അദ്ദേഹമാണ്. ഞാനത് കണ്ട് ശരിക്കും വണ്ടറടിച്ച് പോയിട്ടുണ്ട്. ഇസ്രായേലിലെ ഒരു മെന്റലിസ്റ്റ് ആണ് പുള്ളി. ഇസ്രായേൽ അവിടെ ഒരു മെന്റലിസം, നമ്മളിപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന പോലെ അവിടെ ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ നടത്തി, അതിനകത്ത് വിന്നറായ ആളാണ്. അങ്ങനെയാണ് അദ്ദേഹം ഫേമസ് ആവുന്നത്. ഓക്കെ. അപ്പം അതുപോലെ ഇപ്പം നിബിൻ നോക്കുവാണെങ്കിൽ നിബിൻ ഒരു ഐഡിയൽ പോലെ ഇപ്പം അങ്ങനെ കാണുന്ന ഒരു 2-3 മെന്റലിസ്റ്റ് പറയാൻ ആരായിരിക്കും പേര്? ഡെറൻ ബ്രൗൺ.
എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ അങ്ങനെ കാണാൻ അദ്ദേഹമാണ് reason? തിയേറ്ററിക്കൽ മെന്റലിസം എന്ന് പറയുന്ന സാധനത്തിനെ ഇപ്പോൾ ഈ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നത്. Okay. അദ്ദേഹത്തിൻ്റെ തിയേറ്റേഴ്സിൽ ഞാൻ പോയി ഷോ കണ്ട് അദ്ദേഹത്തെയും കണ്ട് വന്ന ഒരാളാണ്. കാരണം അത്രത്തോളം ഒരു പാഷൻ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഷാരൂഖ് ഖാനെ കാണുന്നു എന്ന് പറയുന്ന പോലെ ഒരു ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി US ന്യൂയോർക്കിൽ പോയി ഞാനത് കണ്ടു. ഞാൻ ഒരു മെന്റലിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ മെന്റലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം എന്തായിരിക്കും? അയ്യോ എൻ്റെ മനസ്സിലിരിക്കുന്നൊക്കെ പറയൂ, അയ്യോ നോക്കണ്ട ഇങ്ങനെയൊക്കെ കാണിക്കും. അത് തന്നെ എനിക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നു. കാരണം നമ്മൾ അങ്ങനത്തെ ഒരാളുടെ മനസ്സ് കാണാൻ പെട്ടെന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ ഇപ്പം ഇതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ല അത് ഈ സോഷ്യൽ മീഡിയക്കകത്ത് വന്ന കുറേ തെറ്റായ പ്രചരണങ്ങളാണ്. മെൻ്റലിസം എന്ന് പറഞ്ഞാൽ മനസ്സ് വായിക്കുന്ന എന്തോ പരിപാടിയാണെന്നാണ് ആൾക്കാർ ധരിച്ചിരിക്കുന്നത്. ഒന്നുമല്ല, ഇത് ഫുള്ളായിട്ട് ഒരു ഷോ ആയിട്ട് കാണുമ്പം ഇതിനെയാണ് മെൻ്റലിസം, അങ്ങനെയാണല്ലേ എന്നത് കാണിക്കാൻ അവസരം തരണ്ടേ? അല്ലെങ്കിൽ ഒന്നുകിൽ കാണാൻ പറഞ്ഞ ആൾക്കാരെ സോഷ്യൽ മീഡിയ വെച്ചിട്ട് ജഡ്ജ് ചെയ്യാണ്. ഈ സോഷ്യൽ മീഡിയയിൽ പലതും ഈ മനസ്സ് വായിക്കുന്നതാണ് ഒരു മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരുപാട് ഷോർട്സ് റീലുകളും വരുന്നത്. ഇന്ന ആളുടെ മനസ്സ് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത് ഇതാണ്, അല്ലെങ്കിൽ നമ്പർ ഇതാണ്, മൈൻഡ് റീഡിംഗ് ആണ് എപ്പോഴും കാണുന്നത്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോടൊരു ക്യൂരിയോസിറ്റി ഉണ്ട് മനുഷ്യന്. പക്ഷെ അതെങ്ങനെ അവർ കണ്ടെത്തി? അപ്പൊ ഏറ്റവും നന്നായിട്ട് അവരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇടം എന്താണോ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം. ഈ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ആരുടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട്? ഇങ്ങനെ ദേഷ്യപ്പെടില്ല, നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കാനല്ലേ പറ്റുള്ളൂ. നമ്മൾ ദേഷ്യപ്പെട്ട് കാര്യമാണ്, അവരുടെ അജ്ഞതയിൽ നിന്നുകൊണ്ടല്ലോ അവരിത് ചോദിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഇപ്പം നിബിനെ കണ്ടിട്ട് ഒരാള് ഒരു മെന്റലിസം കാണിച്ചെന്നേ അങ്ങനെയൊക്കെ പറയാറില്ലേ? പെട്ടെന്ന് ഏറ്റവും ഈസി ആയിട്ട് ഇപ്പം ഒരു മാജിക് കാണിക്കാൻ പറഞ്ഞാൽ ചിലർ എന്തെങ്കിലുമൊക്കെ കൈ കൊണ്ട് നമ്മൾ ഈസി ആയിട്ട് കാണിക്കും. പെട്ടെന്ന് ഏറ്റവും എളുപ്പം കാണിക്കാൻ പറ്റുന്ന ഒരു മെന്റലിസം ആർട്ട് എന്താണ്? അങ്ങനെ ഒരു സാധനം ഇല്ല ഇതിനകത്ത്. ഇത് കുറെ നേരം ഒരു കണ്ടീഷനിങ് ഒക്കെ ചെയ്ത് ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ട്രിക്കുകൾ കാണിക്കാം, അന്നെങ്കിൽ ആദ്യം നമുക്കത് ചെയ്യാം എന്നിട്ട് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം ആ ഒരു കണ്ടീഷനിങ്ങിലേക്ക് അത് കൊണ്ടുവന്ന് കുറേ വിസ്മയങ്ങൾ അവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കി എടുക്കുക എന്ന പ്രോസസ്സാണ് ഇത്. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് പൂ പിടിക്കുന്ന പോലെ ഒന്നും കാണിക്കാൻ പറ്റുന്ന സാധനമല്ല. അതിനെ മെന്റലിസം എന്ന് പറയാൻ പറ്റില്ല, അത് ട്രിക്കാണ്. കേരളത്തിൽ ഇപ്പം നമ്മളൊരു ഏറ്റവും പ്രശസ്തമായ മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2-3 പേരുടെ പേരാണ് നമുക്ക് അറിയുള്ളൂ. നിപിൻ, ആദി, പിന്നെ ഒരു അനന്തു, ഇപ്പോൾ അടുത്ത സമയത്ത് അനന്തുവാണ്. നിങ്ങൾ 2-3 പേരുടെ പേരാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞ് കേൾക്കപ്പെടുന്നത്. ഇപ്പം ഏത് മേഖലയിലാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പം എത്ര സൗഹൃദമാണെന്നുണ്ടെങ്കിൽ പോലും ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഈ മെന്റലിസത്തിലും അത് ഉണ്ടോ? എന്താ നിങ്ങൾക്കിടയിൽ സൗഹൃദങ്ങളുണ്ടോ? എങ്ങനെയാണത്? എന്താണെന്നറിയോ, അവരെന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് ഉണ്ടാവും അവർക്ക്. അതിനിടയിൽ അവർ സോഷ്യൽ മീഡിയയിലൂടെ തട്ടിവിടുന്ന കുറേ കാര്യങ്ങൾ മാത്രമാണിത്. അവർ ഇത് ബ്രെഡ് ആൻഡ് ബട്ടർ ഈ ഷോയാണ്, ഇതിനകത്തൂടെ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ ആദ്യയോട് ചോദിച്ചാലും അദ്ദേഹത്തിന് വേറൊന്നും അറിയില്ല, അദ്ദേഹം ചെയ്യുന്നത് ഇത് തന്നെയാണ്. പ്രൊഫഷണലി ഈ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് പോവാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നത് റിസ്ക് എടുത്ത് ഇതിൽ നിന്ന് വിജയിപ്പിച്ച് കയറ്റി കൊണ്ടുവരിക എന്ന് പറയുന്ന വലിയൊരു സ്ട്രഗിളുണ്ട്. ആ സ്ട്രഗിള് ഞാനിപ്പോൾ ഇത് 24ാമത്തെ വർഷമാണ് മെൻ്റലിസം ചെയ്യാൻ തുടങ്ങിയത്. ഇതിന് മുമ്പൊന്നും എന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ അത്രയും കാലം സ്ട്രഗിൾ ചെയ്ത് വന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ ഒരു പാസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെ ഇതിനു വേണ്ടി തന്നെ ജീവിതം മാറ്റി വെച്ചു. ഞാനൊരു തൊഴിലും ചെയ്യുന്നില്ല, എനിക്ക് വേറൊരു വരുമാനമില്ല. ഈ ഷോസ് തന്നെയാണ് എൻ്റെ പ്രൊഫഷൻ. ഇപ്പം മമ്മൂക്കയുടെ ഒരു മലയാളത്തോട് ചോദിച്ചാൽ എനിക്ക് ഈ പണിയല്ലേ അറിയത്തുള്ളൂ, വേറൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത്രയും പാഷനേറ്റാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയ റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഓരോ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, പകുതി ഫേക്കാണ്. അപ്പം ഇത് കണ്ടിട്ട് റീലുകൾ അങ്ങ് റീച്ച് ആവും. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയും, അങ്ങനെ കാണിച്ചല്ലോ ഇങ്ങനെ കാണിച്ചല്ലോ എന്ന് പറയും. പകുതി ഫേക്കാണ്. അവരോടൊരു തിയേറ്ററിക്കൽ ഷോ ചെയ്ത് കാണിക്കാൻ പറയും, ധൈര്യം ഉണ്ടാവില്ല, അവർ ചെയ്യുന്നില്ലല്ലോ. ശരിയാണ്. ഇല്ലെന്ന് ഞാനത് ക്ലെയിം ചെയ്യുന്നു, ആരെയും കുറ്റം പറയാനൊന്നുമല്ല. നാളെ ഒരു ദിവസം ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് അവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ, വേണമെങ്കിൽ ആയി തീരത്തില്ലേ? തീർച്ചയായിട്ടും ഏറ്റെടുക്കട്ടെ. അതെ, അല്ല അതൊക്കെ വരും, ഒരു കാലത്ത് അതെല്ലാം വരും. കാരണം ഇത് കൊച്ചു പിള്ളേരാണ്, കുറേ ഞാൻ ഒരു 15 വയസ്സുള്ള ഒരു കൊച്ച് ഹിപ്നോസിസ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു പെൺകുട്ടി ഇന്ന് കരയുക, അത് സ്കൂൾ യൂണിഫോം ഉള്ള ഒരു പയ്യൻ സ്കൂൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് ഹിപ്നോസിസ് ചെയ്യുകയാണ്. എന്നിട്ട് ആ കൊച്ചു ഇങ്ങനെ കരയുന്നതിൻ്റെ വീഡിയോ റീലിട്ട് ഞാൻ നോക്കുമ്പോൾ അതിന് 2 മില്യൺ വ്യൂസ് ഒക്കെ കിട്ടിയിരിക്കുന്നത്. ഞാനൊരു ഹിപ്നോസിസിൻ്റെ വീഡിയോ വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടിട്ട് അതിന് ആ പടം കിട്ടി 45,000 വ്യൂസാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി. അപ്പം നമുക്കത് ഈഗോ അല്ല അടിക്കുന്നത്. ഇത് റീച്ച് ആവുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ കണ്ടത് അതല്ലേ. ഹിപ്നോസിസിന് ഭയങ്കരമായിട്ട് മിസ്ലീഡ് ചെയ്യപ്പെടുന്നൊരു സമയമാണിപ്പം. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഈ മരിച്ചവരെ കൊണ്ടുവന്ന് ഫ്രണ്ട് കയറ്റി നിർത്തി കാണിക്കുക,
അവരെ കാണിക്കുന്ന കുറേ വീഡിയോസ് വരുന്നുണ്ട്. അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഒരു സമയത്ത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ മുമ്പിൽ നിർത്താം. മരിച്ചവർ തൊട്ട് സണ്ണി ലിയോൺ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അതിന്റെ അതെല്ലാം ഫേക്ക് ആണെന്നാണ്. അല്ലല്ല, ഫേക്ക് അല്ല. അത് ഹിപ്നോസിസിലെ ട്രാൻസ്ലേറ്റിൽ ഏത് മനുഷ്യൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ആവും. അതായത് ഹിപ്നോസിസ് എന്ന് പറയുന്നത് മെന്റലിസമായിട്ട് യാതൊരു ബന്ധമില്ല. ഹിപ്നോസിസം എന്ന് പറയുന്നത് മെന്റലിസത്തിനകത്ത് വേണമെങ്കിൽ 1-2 ട്രിക്കുകളായിട്ട് ഉപയോഗിക്കും. ഇപ്പം നമ്മൾ ഒരാളെ സജഷനിൽ വിധേയമാക്കി കഴിഞ്ഞാൽ ആ സജഷന് വിധേയമായ ആൾ നമ്മൾ മുമ്പ് നിൽക്കുന്ന മോഹൻലാലാണെന്നോ സണ്ണി ലിയോ ആണെന്ന് പറഞ്ഞാൽ അയാളെ ആയിരിക്കും അത് കാണുക. പിടികിട്ടിയോ? അയാൾ വിധേയമാകുന്ന ഒറ്റ സ്നാപ്പിലൊന്നും അല്ലതാവുന്നത്. അതിന് മുമ്പ് കുറച്ച് കണ്ടീഷനിങ് ഉണ്ട്. അപ്പോൾ ആ ട്രാക്കിലേക്ക് അവർ കൊണ്ടുവന്നതിന് ശേഷമാണ് സജഷൻസ് ആണ്. ഈ സജസ്റ്റബിലിറ്റി ടെസ്റ്റുകളുണ്ട്. അതിൽ വിന്നായവരെ വെച്ചിട്ടാണ്. ഇപ്പം US ചെന്ന് കഴിഞ്ഞാൽ ഹിപ്നോസിസ് ഷോ എന്ന് പറയുന്ന സാധനമുണ്ട്. 45 മിനിറ്റ് 1 അവറിൻ്റെയൊക്കെ ഷോ ഉണ്ട്. ഒരു സ്റ്റേജിൽ 40-50 പേരെ കസേരയിൽ ഹിപ്നോസിസ് ഷോ ഉണ്ട്. ഇന്ത്യയിലൊന്നും ആരും അത് ചെയ്യുന്നില്ലെന്ന്. അപ്പം ഞാനത് നിർത്തുക കേട്ടോ. ഞാനത് പറയാം, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറയാം. ഹിപ്നോസിസ് ഷോ എനിക്ക് ഉണ്ടായിരുന്നു, ഞാനത് സ്റ്റോപ്പ് ചെയ്തതാണ്. അതിൻ്റെ പിന്നാമ്പുറം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇടയ്ക്കേറുന്നല്ല, ഞാൻ കണ്ടിട്ടുണ്ട് ഒറ്റ ഇതിൻ്റെ അകത്ത് ഒരുപാട് പേര് ഇങ്ങനെ ഡൗൺ ആയി. അതാണ് ഹിപ്നോസിസ് ഷോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്ന തിയേറ്ററിൽ വന്നിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് 10-45 പേര് 50 പേരെ കൊണ്ട് സ്റ്റേജിലെത്തും. എന്നിട്ട് ഹിപ്നോട്ടിസ്റ്റ് സജഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അതിനിടയിൽ ട്രാൻസിലാകുന്ന ആൾക്കാരെ സ്റ്റേജിൽ കീപ്പ് ചെയ്യും, ബാക്കിയുള്ളവർ ഇലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെ അറിയാൻ പറ്റും ട്രാൻസിലാകുന്നത്? അത് നമുക്കറിയാമല്ലോ. അത് ഹിപ്നോസിസ് പഠിച്ച ഒരാൾക്ക് അറിയാമല്ലോ ട്രാൻസിലാണോ പോകുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. എന്നിട്ട് മാറ്റി ഇലിമിനേറ്റ് ചെയ്ത് വരുന്ന ഒരു 10-20-15 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ആ ട്രാൻസിലിരിക്കുന്ന ആൾക്കാരെ സ്ട്രോങ് സജഷൻസ് കൊടുക്കുമ്പോൾ മൈക്കിൾ ജാക്സൺ ആവും, 3 വയസ്സുള്ള കൊച്ചായി മാറും. അവർ ചെയ്യും. അവരുടെ ബ്രെയിനിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ വലിയൊരു കടലല്ലേ. നമുക്ക് 3 സ്റ്റേറ്റല്ലേ ഉള്ളത്: കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. ഇപ്പോൾ ഞാൻ ആദ്യമേ ഇവിടെ വന്ന് നമ്മൾ തുടങ്ങിയില്ലേ, അതിപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. അത് സബ് കോൺഷ്യസിലേക്കാണ് പോയിരിക്കുന്നത്. കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴിരിക്കുന്ന പ്രസന്റ് സിറ്റുവേഷനാണ്. ഇനി ഇത് അൺകോൺഷ്യസ് മൈൻഡിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ട്രോമറ്റൈസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം, നമ്മൾ തമ്മിൽ സംസാരിച്ചത് അത്രയും കൂടെ ഹെൽത്തി ആയില്ല, നിങ്ങളൊരു 10 കൊല്ലം കഴിഞ്ഞാൽ അന്ന് അവനുമായിട്ട് ഞാൻ ഉടക്കുണ്ടായെന്നൊരു സാധനം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അൺകോൺഷ്യസ് മൈൻഡാണ്. മനസ്സിലായില്ലേ? നമുക്ക് ട്രോമകൾ കാര്യങ്ങളൊക്കെ ഞാനത് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ആ ഒരു മനസ്സിൻ്റെ ഘടകങ്ങളെ ഒന്ന് കാണിച്ചതാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനകത്താണ് നമ്മുടെ ഡേറ്റകൾ മുഴുവൻ. നമുക്ക് ഓർമ്മയുണ്ടായ കാലം മുതലുള്ള അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആ കാലഘട്ടം മുതൽ ഇപ്പോൾ വരെയുള്ള സകല ഡേറ്റകൾ അവിടെയുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു 20 വർഷം മുമ്പ് നമ്മളെ പഠിപ്പിച്ചൊരു ടീച്ചറിനെ വഴി വെച്ച് കാണുമ്പോൾ ടീച്ചറിൽ ഇതെന്ന് ഓർക്കുന്ന എവിടുന്നാണ്, നമ്മൾ പെട്ടെന്ന് പോയി കണക്ട് ചെയ്ത് എടുക്കുന്നതാണ്. ആ ഡേറ്റ നമ്മുടെ തലയിലുണ്ട്. അവിടെയാണ് ഹിപ്നോസിസ് കോൺഷ്യസ് സ്റ്റേറ്റിനെ സ്ലീപ്പാക്കിയിട്ട് അല്ലെങ്കിൽ ട്രാൻസിലാക്കിയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ ഓപ്പൺ ചെയ്യും. ഇത് ഈ ലോകത്ത് ആർക്കും പറ്റുന്ന കാര്യമാണ്. പക്ഷെ അത് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അവതരിപ്പിക്കണോ ട്രോമ ഉണ്ടാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കണോ എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണ്. എന്നിട്ട് വൈഫിനെ കൊണ്ട് ഭർത്താവിനെ ചീത്ത വിളിപ്പിക്കാൻ വേണ്ടി ഹിപ്നോസിസ് ചെയ്തിട്ട് വേറൊരാൾ, അപ്പോൾ ഇത് ഇയാൾ ഹസ്ബൻഡായിട്ട് തോന്നുക, എന്നിട്ട് അയാളെ ചീത്ത വിളിപ്പിക്കുക. മരിച്ചുപോയ അമ്മയെ കൊണ്ടുവന്ന് മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുക. നിൽക്കുന്ന ആൾ വേറൊരാളാണ്. മനസ്സിലായില്ലേ? ഈ കുട്ടിക്ക് അങ്ങനെ തോന്നുകയാണ്. അത് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ? സോഷ്യൽ മീഡിയ റേറ്റ് കിട്ടും അല്ലേ? ആളുകൾ അതിനകത്ത് എന്നെ എത്ര പേര് വിളിച്ചിരുന്നറിയോ? എൻ്റെ മരിച്ചുപോയ അമ്മയെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എൻ്റെ പപ്പ മരിച്ചിട്ട് ഇപ്പം 3 മാസമായിട്ടുള്ളൂ, എങ്ങനെയും കാണിക്കും. എൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. ചെയ്യില്ല ഞാൻ. കാരണം അതല്ല എൻ്റെ പണി. ഞാൻ ആളുകളെ വിനോദിപ്പിക്കാൻ വേണ്ടിയിട്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതിന് ഇങ്ങനെ കൊണ്ടുവന്ന് റീലുകൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ 500 രൂപയ്ക്ക് 1000 രൂപയ്ക്കൊക്കെ. ഇതിൻ്റെ അടുത്ത ചോദ്യം 1999 രൂപയ്ക്ക് മെന്റലിസം പഠിക്കാൻ പോസ്റ്റ്. അത് കാണുമ്പോൾ നമുക്ക് കൗതുകമുള്ളൂ. അതിനകത്ത് വലിയ തെറ്റായിട്ടൊന്നും പറയാനില്ല. കാരണം നമ്മൾ ഈ 101 ആയുർവേദ മരുന്നുകൾ മറ്റേ ബുക്കിനകത്ത് വിൽക്കുന്നു പറയുമ്പോൾ ഒരു ആയുർവേദ ഡോക്ടർക്ക് അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അന്നേ ഉള്ളൂ. ഇത് പഠിക്കാൻ വരുന്ന ആൾക്കാരായിരിക്കും എളുപ്പത്തിൽ. അല്ല, മെന്റലിസം ഷോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വെറുതെ ഷോ കാണിക്കാൻ അല്ലല്ല. ഇത് പഠിക്കാൻ വരുന്ന ആൾക്കാരാരാന്ന് ചോദിച്ചാൽ എൻ്റെ ക്രഷിൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നറിയണം. എൻ്റെ ഭാര്യയ്ക്ക് ഇനി വേറെ വല്ല ബന്ധം ഉണ്ടോ എന്ന് മെന്റലിസം വഴി അറിയണം. എൻ്റെ കടയിലെ ബിസിനസ് കുറവാണ്, മെന്റലിസം വഴി മറ്റവൻ്റെ ബിസിനസ് താർത്തിട്ട് എൻ്റെ ബിസിനസ് കയറ്റണം. ഇത് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് തെറ്റിദ്ധരിച്ച് വന്ന് പൈസ മുടക്കിയിട്ട് പോകുന്നവരാണ് 90% ആൾക്കാർ. പിന്നെ ഇത് പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ ഇതാരാ പഠിപ്പിക്കുന്നത്? ചുമ്മാ ഒന്ന് ചിന്തിച്ചേ. നമ്മൾ ഇവരൊക്കെ പ്രൊഫഷണലി എവിടെയാണ് മെന്റലിസം ഷോ ചെയ്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? ഒന്നുമില്ല. അപ്പം ജീവിതത്തിൽ അത് പെർഫോം ചെയ്യാനായിട്ട് കഴിവില്ലാത്ത ആൾക്കാർ പഠിപ്പിച്ച് പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ
ഇറങ്ങിയിരിക്കുന്നതാണിത്. ഞാനതിനെ അടച്ചാക്ഷേപിക്കുന്നില്ല. നഗ്നമായ സത്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. എല്ലാ കാലത്തും ഇങ്ങനെ കുറെ ഉണ്ടാവും, അതെ. എല്ലാ കാലത്തും ഉണ്ടാവും. അതെ. അപ്പം അതിനെയൊന്നും നമ്മൾ എതിർത്തിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ഇങ്ങനെ ഈ വഴികളിൽ, ഈ വഴിയാത്രകളിൽ ഇതൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഇതിനെയൊക്കെ പ്രതികരിക്കാൻ നിന്ന് നമ്മൾ മോശക്കാരാവും. ഈ ഹിപ്നോട്ടിസം അത് എന്തുകൊണ്ടാണ് നിർത്തിയത്? ഈ ഒരു മിസ്ലീഡിങ് സാധനം അതിനകത്ത് കിടക്കുകയാണ്. എല്ലാവരും ഈ ആർട്ടിനപ്പുറത്തേക്ക് ഇതിനകത്ത് നമ്മുടെ ഇന്ത്യ ഒരു ഭയങ്കര സൂപ്പർസ്റ്റിഷനുള്ള ഒരു രാജ്യമാണ്, ആണെന്നറിയാമല്ലോ. അന്ധവിശ്വാസങ്ങളുടെ കലവറയാണ്. അപ്പം അവിടെ ഈ സാധനം കാണിക്കുമ്പോൾ ഈ ഹിപ്നോസിന് വിധേയമാകുന്ന ആളെക്കാട്ടിൽ കൂടുതൽ പവറുള്ള ആൾ ഹിപ്നോട്ടിസ്റ്റ് ആണെന്നൊരു ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഹിപ്നോട്ടിസ്റ്റിന് ഒരു കഴിവില്ല. വിധേയമാകുന്ന ആളുടെ അതിനോടുള്ള താല്പര്യവും ആ സജഷൻസിനെ അയാൾ സ്വീകരിക്കുന്ന രീതിയുമാണ് അയാൾ ട്രാൻസിലാകുന്നത്. ഓക്കെ, പിടികിട്ടിയോ? മനസ്സിലായി. നമ്മുടെ ദിവ്യനായിട്ടാണ് കാണുന്നത്. അതൊരു മോഡേൺ ദിവ്യനായിട്ടാണ് കാണുന്നത്. ഒരു ഹിപ്നോട്ടിസ്റ്റിനെ ഒരു പരിധി വരെ ആളുകൾ കാണുന്നത്. അങ്ങനെ വരുമ്പം ഞാൻ എവിടെയെങ്കിലും ഒരു ചെറിയ സാധനം ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും. ആൾക്കാരൊക്കെ വന്നു എനിക്ക് വേണമെങ്കിൽ നേർച്ചയ്ക്ക് ഇടും. പക്ഷെ ഈ അച്ഛനെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ച് അതൊക്കെ ചെയ്ത അവർക്കൊരു മനസ്സിൽ സന്തോഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം. സന്തോഷം കിട്ടുന്നത് നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ സമയത്ത് അവർ ആ കാണിച്ച സാധനത്തിനെ വിഷ്വൽ ചെയ്ത് റീൽ ചെയ്ത് ഇടുന്ന സമയത്ത് അവർ കാണിക്കുന്ന കാര്യങ്ങൾ മുഴുവനല്ല ഇടുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു അമ്മയോട് എനിക്ക് പൊട്ടിക്കരയുന്നു. ആ ഇമോഷൻസ് ഒക്കെ എന്തിനാ വിളിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് കുറേ നാൾ കഴിയുമ്പോഴത്തേനും അവരിത് മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ ഒരു ഉള്ളിൽ കിടന്ന വേദനയാണ് ഞാൻ ആ എക്സ്പ്രസ് ചെയ്തത്. അത് പിന്നീട് അവർക്കും അവരുടെ ചുറ്റുമുള്ള ആളുകൾക്കല്ല വേദന ഉണ്ടാക്കുന്നത്. പേഴ്സണലി ഒരു സ്ഥലത്തിരുന്ന് കണ്ടു. തെറാപ്പികൾക്ക് വേണ്ടിയിട്ടൊക്കെ പല ആൾക്കാരും ചെയ്യാറുണ്ട്. ഞാനൊരു ക്ലിനിക്കലി തെറാപ്പിസ്റ്റ് അല്ല, ഒരു റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഉള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഹിപ്നോസിസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ തെറാപ്പി ചെയ്ത് ഈ വഴികളിലൂടെയൊക്കെ വേണമെങ്കിൽ അവർ കൊണ്ടുപോകാം. ഇത് 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ലാത്ത ആൾക്കാർ പോയി നിന്ന് ഇതുകൂട്ട് പരിപാടികൾ കാണിക്കുകയാണ്. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പം നിബിൻ്റെ അടുത്ത് ഒരാൾ പുറകെ നടന്നെന്ന് പറഞ്ഞില്ലേ, അച്ഛനെ ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അത് ചെയ്ത് കൊടുത്താൽ ഒരുപക്ഷെ അയാൾക്കൊരു മനസ്സന്തോഷം ഇങ്ങനെ ഒരാൾക്ക് കൊടുത്താൽ 10 പേര് പിന്നെയും വരും. ഓക്കെ, അപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സന്തോഷിപ്പിക്കുന്ന, ഇങ്ങനെ മരിച്ചുപോയവരെ കാണിച്ചു കൊടുക്കുന്ന ഒരാളായിട്ട് നാളെ ഇവിടെ പത്രങ്ങളിലൊക്കെ വരും. ഇങ്ങനെ അടുത്ത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മരിച്ചവരെ കാണിച്ചു തരുമെന്ന്. ഇത് പണ്ട് ഈ ഓജോ ബോർഡിൻ്റെ അതൊക്കെ ഇപ്പം എല്ലാം പൂട്ടിക്കെട്ടിപ്പോയല്ലോ. ഈ ഓജോ ബോർഡിൻ്റെ കാലത്തെ കഥകൾ അറിയാമോ? ഈ 2ാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ ഈ സോൾജേഴ്സ് ഒരുപാട് മരിച്ചു. ആ സമയത്താണ് ഈ മീഡിയൻ ഷിപ്പിൻ്റെ പേരും പറഞ്ഞിട്ട് നമുക്ക് ഈ മരിച്ചുപോയ നമ്മുടെ അപ്പോൾ വിധവകളായ സ്ത്രീകൾ വീട്ടിൽ ഇരിക്കുക. അപ്പം മരിച്ചുപോയ നിങ്ങളുടെ ഹസ്ബൻഡിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമായിട്ടാണ് ഈ ടോക്കിംഗ് ബോർഡ് എന്ന് പറയുന്ന ഓജോ ബോർഡ് കൊണ്ടുവച്ചിരുന്നത്. അതിനകത്ത് ചെറിയ ഫീസ് വാങ്ങിച്ചിട്ട് ഈ ഓജോ ബോർഡ്, ഇത് ഇഡിയമോട്ടോ റെസ്പോൺസ് ആണെന്നുള്ള കാര്യം നമുക്കിപ്പം അറിയാവുന്ന എനിക്ക് വിചാരിക്കുന്നു. ഇപ്പം അതിനെക്കുറിച്ച് അധികം ആൾക്കാർ സംസാരിക്കാറില്ല. അന്ന് മിസ്യൂസ് ചെയ്തിരുന്നൊരു സാധനമാണത്. ഇന്ന് നമുക്കത് കേൾക്കുമ്പോൾ അത് ചെയ്തവനോട് നമുക്ക് ഇടി കൊടുക്കാൻ തോന്നില്ലേ? എനിക്ക് വളരെ അടുത്താണ് അതൊക്കെ മാറിയത് സമൂഹത്തിൽ നിന്നും. അത് ഡിബേറ്റുകളിലൂടെയാണ് ആളുകൾ അത് മനസ്സിലാക്കിയെടുക്കുന്നത്. ചർച്ചകളിലൂടെ. സത്യങ്ങൾ പലപ്പോഴും അപ്രിയങ്ങളാണെന്ന് പറയുന്ന പോലെയാണ്. ചർച്ചകളിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ടോപ്പിക്കിൽ വെച്ചിട്ട് കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ആ ടോപ്പിക്കിൽ നമുക്ക് വിടാൻ തോന്നുന്നല്ലേ? അല്ല, ചോദ്യങ്ങൾ ചോദിക്കാം, എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാം. ഇല്ല, ഇത് ഞാൻ പറഞ്ഞു. ഇപ്പം ഞാനിപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ ഇരിക്കണേ നമുക്ക് കുറച്ച് റെഫറൻസ് എടുക്കുമല്ലോ. അപ്പം ഞാൻ ഈ മെൻ്റലിസം ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ് 1999 തപാൽ വഴിയാണോ അല്ലതാണ് മെൻ്റലിസം പഠിപ്പിക്കുന്ന ആളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് വലിയ പോസ്റ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെ എളുപ്പം പഠിക്കാൻ പറ്റുന്നതാണോ മെൻ്റലിസം? അതിൽ ചെന്ന് ഒരുപാട് ആളുകൾ ഇയാമ്പറ്റകൾ പോലെ വീഴുന്നുണ്ടാവും അല്ലേ? അല്ല, അത് നമ്മൾ അതിനെ എതിർത്തൊന്നും പറയുന്നില്ല. അതിൽ നിന്ന് ഒരു ട്രിക്ക് അയാൾ പഠിച്ചിട്ട് അത് നന്നായി പ്രാക്ടീസ് ചെയ്ത് അയാൾ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? മനസ്സിലാകുന്നുണ്ടോ? എന്തും പഠിക്കാമല്ലോ, എല്ലാം ഉള്ളതാണല്ലോ. ഈ ലോകത്ത് തന്നെ മനുഷ്യനുണ്ടാക്കിയതല്ലേ, ഓരോ ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കിയതാണ്. അതവർ പഠിപ്പിക്കാനായിട്ട് വെളിയിലേക്ക് വരുന്നു, അവർ പഠിക്കുന്നു. എന്നിട്ട് അവർക്ക് അവർ ഉദ്ദേശിച്ചതാണോ പഠിച്ചത്, അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത്രത്തോളം പ്രാക്ടീസ് അവർ കൊടുക്കുന്നുണ്ടോ, ഡെഡിക്കേറ്റഡ് ആണോ, ഇനി ഇതിൻ്റെ മാർക്കറ്റ് എന്താണ്, ഇത് അവതരിപ്പിക്കണ്ടേ? പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ പഠിപ്പിക്കാൻ ഇറങ്ങുന്നത്? ഇതിൻ്റെ മാർക്കറ്റ് കുറവാണ്. ശരിയാണ് അല്ലേ? അപ്പോൾ പിന്നെ ഉള്ളത് പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് കൊണ്ടുവരിക. അപ്പം നമ്മൾ ഇതിൻ്റെ മാർക്കറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ തിയേറ്റർ ഷോസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ കണ്ടക്ട് ചെയ്യുന്നു. ഈ ഷോസിനെ കുറിച്ച് ബോധ്യമുള്ള ആളുകൾ ഈ ഷോകൾ തന്നെ വേണമെന്ന് പറയുന്നു.
അങ്ങനെയാണ് ഞാൻ ഒരു 19 രാജ്യങ്ങളിൽ ഞാൻ ഷോസ് ചെയ്തിട്ടുള്ളത്. ഇനിയും പോകാൻ കിടക്കും. അടുത്ത ഏതാണ്? അടുത്ത ഇമ്മീഡിയറ്റ്ലി പോകുന്ന UK, അയർലൻഡ്. UK, അയർലൻഡ്. എത്ര ദിവസത്തെ ഷോ ആണ്? 2 വീക്കേ ഉള്ളൂ. 2 വീക്കുള്ളൂ. എത്ര സ്റ്റേജസ് ഉണ്ടാവും? അതായത് അതിൻ്റെ കണക്ക് ഇങ്ങനെയാണ് ഞാൻ പറയാം. UK, അയർലൻഡ്, കാനഡ. 2 വീക്സ് ഈ UK, അയർലൻഡ് പോയിട്ട് തിരികെ വരും. പിന്നെ ഒരു 6 ഷോ കാനഡ. അപ്പോൾ 6 4 10 ഷോ. ഒരു 24 വർഷത്തോളമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്നത് കുറച്ച് നാൾക്ക് മുന്നേ തൊട്ടാണ് നമ്മൾ ഈ മെൻ്റലിസവും ആളുകൾ അറിഞ്ഞു തുടങ്ങുകയും നിങ്ങളിൽ പലരെയും ആളുകൾക്ക് തിരിച്ചറിയപ്പെടുത്തി തുടങ്ങുന്ന രീതിയിലേക്ക് എത്തുന്നതിന് കുറച്ചധികം ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇതിന് മുൻപ് ഇപ്പോൾ 2000 കാലഘട്ടങ്ങൾ തൊട്ടിട്ടാണ് നമ്മളിപ്പോൾ 24 വർഷം എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടം തൊട്ടാണ് നമുക്ക് തുടങ്ങുന്നത്. ഇപ്പം ആ ഒരു സമയത്ത് ഒരു ഹാർഡ് ഫേസ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇങ്ങനത്തെ കഴിവുകൾ നമ്മൾ കാണിക്കുന്നു, ഇതൊരു ടാലൻ്റായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു. അന്ന് ഇത്രയും മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കുമോ നമുക്ക് ചുറ്റുമുള്ളതെന്ന് അറിയില്ല. ഇവൻ എന്ത് ഭയങ്കര സംഭവം, അങ്ങനെ ഒരു ഫേസിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്, ഹാർഡ് ഫേസ് അല്ലെങ്കിൽ. അത് ഞാൻ 2 രീതിയിൽ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ സാധാരണ ലേമാൻ ഓഡിയൻസിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യുമ്പോൾ ഈ പ്രശ്നമുള്ളൂ. കോർപ്പറേറ്റ് ഓഡിയൻസിനിടയിൽ ഈ പ്രശ്നമില്ല. എൻ്റെ ഷോകൾ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് കോർപ്പറേറ്റ് ഇവൻറ്റുകളാണ്. അന്നും ഇന്നും കോർപ്പറേറ്റ് ഷോസ് തന്നെയാണ് കൂടുതലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോർപ്പറേറ്റ് ഷോസിനകത്ത് ഫെയിമില്ല. ഇപ്പോൾ IBM എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ അവരുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് അവർ ഇപ്പോൾ മാരിയറ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ലേമരഡിന് വെച്ചിട്ട് ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ലോഞ്ച് കൊണ്ടുവരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ എൻ്റർടൈൻമെൻറ്റ് വെക്കുന്നു. ചിലപ്പോൾ ഒരു മ്യൂസിക്കൽ ഇവൻ്റ് ആയിരിക്കും, അതോടൊപ്പം എൻ്റെ ഒരു ഷോ ആയിരിക്കും വെക്കുക. ആ ഷോ എനിക്ക് പോസ്റ്റർ ഉണ്ടാവില്ല, കാരണം ഇതിന് പോസ്റ്ററിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം ഇത് പബ്ലിക് ടിക്കറ്റഡ് ഇവൻ്റ് അല്ലല്ലോ, ഇത് പ്രൈവറ്റ് ഇവൻ്റ് ആണ്. അപ്പോൾ ആ ഷോ കഴിയുന്നു, നല്ല ഹൈ പേയ്മെൻറ്റും ഉണ്ടാവും, തിരികെ പോരും. അടുത്ത ഷോ അടുത്ത കോർപ്പറേറ്റ് കമ്പനികളാണ് നമ്മളെ ഷോസിന് വേണ്ടി വിളിക്കുക. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കംഫർട്ട് സോണിലാണ് പോവുക. അതൊരു PR വേണ്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇത് ഇവൻ്റ് കമ്പനികളും ആർട്ടിസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും അല്ലേ നമ്മളുടെ ഷോസ് എടുക്കുന്നത്. കോർപ്പറേറ്റ് ഷോസിന് വേണ്ടി തന്നെ ആർട്ടിസ്റ്റുകളുണ്ട്, കോർപ്പറേറ്റ് ഷോസിന് വേണ്ടിയിട്ട് തന്നെയുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അവർ ഈ സാധാരണ നമ്മുടെ ഇവിടെ ഈ ഉത്സവപ്പറമ്പിലോ പള്ളിപ്പെരുന്നാളിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരല്ല കോർപ്പറേറ്റ്സിൽ വന്ന് ഷോ ചെയ്യുന്നത്. അത് ഇതിൻ്റെ പാറ്റേൺ അറിയാവുന്നവർക്കാണ് ആ ഷോസിനകത്ത് പോകുക. അപ്പോൾ ആ ട്രാക്കിലായിരുന്നു ഞാൻ ആദ്യം മുതലേ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നിട്ട് സാധാരണ നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഷോസ് വയ്ക്കുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഞാൻ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് ഞാനൊരു അത് സ്വന്തമായിട്ട് നമ്മൾ വൈകുന്ന പൈസ ഉണ്ടാക്കി നമ്മൾ തന്നെ ഓഡിറ്റോറിയം എടുത്ത് അതിന് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് പ്രസ് മീറ്റും ഒക്കെ നടത്തി ഷോസ് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അവിടെ വന്ന് ഷോ കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ഇതിനകത്ത് ഈ സൂപ്പർസ്റ്റീഷ്യസ് എലമെൻ്റാണ് പല ആൾക്കാരും നമ്മളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്. എനിക്ക് ദിവ്യത്വമുണ്ട് അല്ലെങ്കിൽ എന്തോ പവറുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ പണ്ട് ചില പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ പോലെ തന്നെയുണ്ട് കേട്ടോ. അതൊക്കെ ഞാനങ്ങനെ അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണുള്ളിൽ ഇങ്ങനെ കേൾക്കും. എനിക്കതിന് എതിർത്ത് പറയാനായിട്ട് ഇപ്പോൾ അവരെ ഓരോരുത്തരെയും ഞാൻ കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വരും. അന്നേരമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലുകളും എൻ്റെ ഫേസ്ബുക്കും ഒക്കെ വെച്ചിട്ട് ഞാൻ ടോക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനകത്തൂടെയൊക്കെ ഞാൻ ഇങ്ങനെ പറയാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ആലോചിച്ചാട്ടെ, ഞാൻ പോലും അറിയാതെ ആലോചിച്ചത്. ഇപ്പോഴും ഉത്തർപ്രദേശിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഉത്തർപ്രദേശ് എന്ന് പറയണ്ട, നമ്മുടെ കേരളം വിട്ട് പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാടുകൾ മാജിക്കുകൾ കാണിക്കുന്ന ആൾക്കാർ ദിവ്യന്മാരായിട്ട് നടപ്പുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഈ ചില ആളുകൾ ഈ ട്രിക്സ് റിവീൽ ചെയ്യുന്നത് തന്നെ ഒരു പാഷനാക്കി എടുത്ത ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇന്ന ആൾക്കാർ ചെയ്ത് നമുക്ക് റീലായിട്ടുണ്ട്. കേരളത്തിൽ തന്നെ യൂട്യൂബ് ചാനൽസ് തന്നെ ഒരുപാടുണ്ട്. AXNലൊക്കെ അതിനെപ്പറ്റി വലിയ പ്രോഗ്രാംസ് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് അയാളുടെ ഫേസ് റിവീൽ ചെയ്യില്ല, പക്ഷെ അപ്പം മജീഷ്യൻ സ്ക്വാഡ് ഒരു പ്രത്യേകതരം മാസ്ക് ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഫേസ് ആയിരുന്നു. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് ഇതാണല്ലേ ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള നമുക്ക് പിന്നെ എക്സൈറ്റ്മെൻറ്റ് പോയി. മെൻ്റലിസത്തിൻ്റെ തന്നെ പല ട്രിക്കുകൾ റിവീൽ ചെയ്ത യൂട്യൂബ് ചാനൽസ് ഒരുപാടുണ്ട്. അപ്പം അതിനോട് എന്താണ് ഒരു ടേക്ക്, എന്താണ് ശരിക്കും പറയുന്നത്? ഓരോ മനുഷ്യനും ഓരോ മാനസിക നിലയല്ലേ, പിന്നെ അവരുടെ അന്നമായിട്ട് അത് അവരത് കാണിക്കുന്നു. അപ്പം നമ്മളതിന് എന്നെ പറയുന്നു, എന്നെ പറയാനാണ് അതിനകത്തിരിക്കുന്നത്. അവരതിൽ സന്തോഷിക്കുന്നു. ചില ആൾക്കാരെ വേദനിപ്പിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമില്ലേ എന്ന് പറയുന്നവരൊരു സന്തോഷവും, പിന്നെ അതൊരു വരുമാന മാർഗവുമായിട്ട് അത് ഉപയോഗിക്കുന്നു. അതിന് നമ്മൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ വേശ്യ പരിപാടിക്കൊക്കെ പോവാന്ന് പറയല്ലേ, അത്രയുള്ള അതിൻ്റെ അർത്ഥം. ആ സാധനം തന്നെ ചെയ്തിട്ട് ഇവിടെ വലിയ പേരെടുക്കാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. നമുക്ക് ആരെ പേര് പറയാൻ പറ്റില്ല, സ്റ്റിൽ അങ്ങനെ ഉണ്ട് ഒരുപാട് പേര്. അതൊക്കെ നമ്മളിങ്ങനെ കാണുക. നമ്മൾ ഈ
യൂണിവേഴ്സിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. എല്ലാം നമ്മൾ കാണുക, എല്ലാത്തിനോടും പ്രതികരിക്കാൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനത്തെ കുള്ളുകളും കല്ലുകളും ഒക്കെ ഉണ്ടാവും. അതിലൊക്കെ ചവിട്ടി വേണം പോകാനായിട്ട്. നല്ല നല്ല കുറേ ആൾക്കാർ വരും, നല്ല പ്രൊഫഷണലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇതിനോട് അത്രത്തോളം പാഷനേറ്റ് ആയിട്ട് ഇതിനെ അടുത്തൊരു ലെവലിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ വരും, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് രസകരമായിട്ടൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പം ഏതെങ്കിലും ഒരു നാട്ടിൽ ചെല്ലുന്നു, ഇപ്പം സോക്കോൾഡ് ഒരു ദിവ്യൻ അങ്ങനെ ആകുന്ന ഒരാളെ കാണുന്നു. ഇത് ഹൈപ്പോത്തറ്റിക്കലായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി നിബിൻ ആരാണെന്ന് അറിയില്ല. നിബിന്റെ മുമ്പ് ഇങ്ങനെ അദ്ദേഹത്തിന് മാന്ത്രികത പ്രസന്റ് ചെയ്യാന്ന് വെച്ചാൽ നിബിൻ അറിയാം ഈ പരിപാടി എന്താണെന്ന് അറിയാം. അങ്ങനെ സ്വയം പൊട്ടനായിട്ട് നിന്ന് കണ്ട് കൈയടിക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് ഈ ജ്യോതിശാസ്ത്രമായിട്ടൊരുത്തൻ വന്നായിരുന്നു. നിങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം, അതിന് 50 രൂപ അങ്ങോട്ട് ആദ്യം തരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്കറിയാം കോൾ റീഡിങ് എന്ന് പറയുന്ന സാധനമാണ്. അതായത് കോൾ റീഡിങ് എന്ത് ബാർണം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സോറി, ബാർണം സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ യൂണിവേഴ്സൽ ആയിട്ടുള്ളതാണത്. നമ്മൾ ഇവിടെയൊക്കെ ഇത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് ഒരു 100 എണ്ണം ഉണ്ട്, 100-120 എണ്ണം ഉണ്ട്. ഈ ലൈനുകളെല്ലാം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഫുൾ ഭാവി ഭൂതങ്ങളെല്ലാം പറയുന്നത് പോലെ അവർക്ക് തോന്നും. ഇപ്പൊ സുമേഷിന്റെ വീട് എനിക്കറിയില്ല. സുമേഷിന്റെ വീട്ടിലേക്ക് ശരിക്കും വരുമ്പോൾ 2 വഴികളിലൂടെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ മനസ്സിലായി. ശരിയല്ലേ? സ്വാഭാവികമായിട്ടും എല്ലാ വീട്ടിലും 2 വഴി ഉണ്ടാവും. അത് ഇങ്ങനെ വെച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഇതൊന്നും മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ കൺവിൻസ് ചെയ്ത് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. അതിനകത്ത് നിങ്ങളുടെ ഇമോഷൻസിനെയും കൊണ്ടുവന്നിടാൻ പറ്റും. നിങ്ങൾ പോലും ചില കാര്യങ്ങൾ അറിയാണ്ട് പറയും. ഞാൻ ജോലിയുടെ കാര്യത്തിനകത്ത് ഇത്ര പ്രശ്നമായിരുന്നു, വരികയല്ലേ, ഇപ്പം മറ്റേത് മുകളിലിരിക്കുകയാണ്, അത് താഴോട്ട് വരട്ടെ, അതിനുവേണ്ടി ഒരു കാര്യം ചെയ്യേ, ഇന്നത് ചെയ്താൽ മതി. ഇങ്ങനെ ആ സ്ക്രിപ്റ്റിങ് ഒരു ബൈഹാർട്ട്, ഇവർക്കതേ അറിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനത് ഇവരിത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾക്കാറില്ല. അപ്പോൾ വൈഫും ഞാനും കൂടി ഇതിൽ ഇങ്ങനെ കേൾക്കും, ഫുള്ള് കേട്ട് ചിരി കഴിഞ്ഞിട്ട് പൈസ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇതാണ്. അവർക്കപ്പോൾ ഇൻസ്റ്റഗ്രാമും ഇല്ല, യൂട്യൂബും ഇല്ല, അവർ ഇതൊന്നും അറിയത്തുമില്ല. പിന്നെ ഇവരെ നമ്മൾ എന്നാ ചെയ്യണ്ടേ? അവരെ ഒരു മനുഷ്യനാണ്, ഇവർ ചെറുപ്പത്തിൽ ഇവിടുന്നോ കാരണവന്മാരുടെ അടുക്കൽ നിന്ന് പഠിച്ച ഒരു കാര്യങ്ങൾ, അത് പക്ഷേ അവരെ പഠിപ്പിച്ചവർക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സയന്റിഫിക് ഒന്നും അറിയില്ല. ഇവരിതെല്ലാം ബൈഹാർട്ടാക്കി ചെറുപ്പം മുതൽ തലയിൽ ഇരിക്കുന്നതാണ്. ഇതിങ്ങനെ പറയണം, അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പറയുന്നത്. കാരണം ഈ നമ്മുടെ ഭാവിയും ഞാൻ ഇനി എന്തായി തീരും എന്നുള്ളതൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. ഇന്നും പത്രമാധ്യമങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ വീക്കിലും മറ്റേ ഇതുണ്ട്, ജ്യോതിഷത്തിൽ ഇന്നയാളുടേത് മറ്റേത് മറിച്ചത് സാധനമുണ്ട് ഇല്ലേ? ഞാൻ ഒരിക്കലും ഒരു പത്രക്കാരനോട് ചോദിച്ചത്, പത്രത്തിലെ ഒരു ടോപ്പ് ഒഫീഷ്യലിനോട് ചോദിച്ചതാണ്, ഇത് നിങ്ങൾക്ക് നിർത്തിക്കൂടെ? ഇതിന് പ്രേക്ഷകനുണ്ട്, ഇതിനു വേണ്ടി തന്നെ പത്രം വരുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവർക്ക് അവരുടെ ബിസിനസ് നോക്കണ്ടേ? ജ്യോത്സ്യന്മാർക്കിട്ടും ആളുകൾക്കിട്ടും സിദ്ധനിട്ടൊക്കെ നന്നായിട്ട് കൊട്ടുന്നുണ്ട്. സത്യമല്ലേ പറയുന്നത്? അതെ. അവരതിനെ എതിർക്കുന്ന വെച്ചാൽ അവര് മനസ്സിലാക്കണമല്ലോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊള്ളയായ കാര്യമാണെന്ന്. ഇപ്പം ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രമാണോ? സംസ്കൃതത്തിൽ ശാസിക്കപ്പെടുന്നത് എന്ന് പറയുന്ന ഒരു വാക്കാണ്, അല്ലാതെ സയൻസ് എന്ന് പറഞ്ഞ അർത്ഥമല്ല. ആസ്ട്രോണമി എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. എന്താണ് ആസ്ട്രോണമി? ആസ്ട്രോണമി നക്ഷത്രങ്ങളെക്കുറിച്ചിട്ട്, ഗ്രഹങ്ങളെക്കുറിച്ചിട്ട്, സൂര്യനെക്കുറിച്ചിട്ട്, അവരുടെ അകലങ്ങളെക്കുറിച്ചിട്ട്, അതിൻ്റെ സഞ്ചാരപഥങ്ങളെക്കുറിച്ചിട്ട് പഠിക്കുന്നതാണ് ആസ്ട്രോണമി. ആസ്ട്രോളജി എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന സാധനം സംസ്കൃതത്തിലെ ശാസിക്കപ്പെട്ടത് എന്ന വാക്കിൻ്റെ മലയാള പദമാണ്, അല്ലാതെ സയൻസ് എന്നുള്ള സാധനമല്ല. അതിനകത്ത് ഒരു സയൻസും ഇല്ല. എവിടെയെങ്കിലും തെളിയിക്കുകയാണെങ്കിൽ ഞാൻ തൊപ്പി വെക്കുന്ന നിർത്തിയേക്കാം. എനിക്ക് വളരെ പുതിയുള്ള അറിവുകളാണ്. പുതിയ ഇതൊക്കെ കാലങ്ങളായിട്ടാണ് എല്ലാവർക്കും പറയുന്നതല്ലേ. ഞാൻ എന്തോരോ വർഷങ്ങളായിട്ട് എല്ലാം നോക്കിയാൽ മതി, ഇത് അറിയാവുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കാമല്ലോ. ഇങ്ങനെ ഈ ജ്യോതിശാസ്ത്രം കാരണം എത്ര പേർക്ക് ചൊവ്വാദോഷം ഉണ്ടായിട്ട് ജീവിതം കോഞ്ഞായിട്ടായിട്ട് വീട്ടിൽ കൊണ്ടുവരും. എത്ര കല്യാണങ്ങൾ മുടങ്ങിയിട്ട് അവർ സങ്കടപ്പെട്ടിരിക്കുന്നു. എന്തുള്ളത്, എന്താ ഉള്ളത്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമുക്ക് കൃത്യമായിട്ട് ഫലം ഉണ്ടാവും. അല്ലാതെ ഈ ഗ്രഹങ്ങളാണ് നമ്മൾ ഇവിടെ ഇരിക്കുക, അത്രയും മൈല് നോട്ടിക്കൽ മൈലല്ലോ, ഇത്രയും മൈൽ അപ്പുറത്ത് കിടക്കുന്ന ഗ്രഹങ്ങൾ, ഇവിടെ പോകുന്ന പാമ്പിനും പല്ലിക്കും നമ്മൾ ഇവിടെ അൽഫാം അടിക്കുന്ന ചിക്കന് പോലും ഇല്ലാത്ത നമുക്ക് മാത്രം ഗ്രഹങ്ങളുടെ പ്രശ്നങ്ങൾ. അല്ല, ചുമ്മാ ആലോചിക്കുക. നമുക്കിതൊക്കെ ചിരിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തോരെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആലോചിക്കുക.
ഇന്നും അത് നടക്കുന്നുണ്ട്. ഈ ഞാൻ ചോദിക്കും, ഇപ്പം ഇത്രയും ചിന്തയൊക്കെ ഇത്രയും അറിവുള്ള ഒരാളുടെ ഫാമിലി അവർ ദൈവവിശ്വാസികളാണോ? അവർക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ട്? അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്ത് കഴിയുമ്പം നിവിൻ പറയും ഇത് ഇങ്ങനെയല്ല, നിങ്ങൾ ചെയ്യരുത്, അങ്ങനെ പറയുമോ? കൂടെ ചെയ്യരുതെന്നുള്ള അഭിപ്രായം ഞാൻ പറയുന്നു. അവർക്കതിൽ സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യുന്നു. അതിനെ നമ്മൾ റിബലാകുമ്പോൾ ഞാൻ ശത്രു ആവുകയല്ലേ ചെയ്യുന്നു. ഇത് ന്യൂനപക്ഷമാണ്, മറ്റേത് ഭൂരിപക്ഷമാണ്. എന്തിനാണ് അവരെ വേദനിപ്പിക്കുന്നത്? നമ്മൾ ഇൻസൈറ്റ്സ് ഇട്ട് കൊടുത്താൽ പോരെ. അവർക്കത് തോന്നിയാൽ അവർ ചെയ്യട്ടെ. ഇപ്പം എൻ്റെ കമ്പാനിയൻ, എൻ്റെ വൈഫ്, അവൾ ഇപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമായി. ഈ 16 വർഷത്തിലൊരു 14ാമത്തെ വർഷം മുതൽ അല്ലെങ്കിൽ 14 വർഷമായിട്ട് എൻ്റെ ട്രാക്കാണ് നമുക്ക് ബോധ്യമായി. എന്നാലും ഇടയ്ക്കൊക്കെ ഒരു പിയർ പ്രഷറിൻ്റെ ഭാഗമായിട്ട് അറിയാണ്ട് ചില കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് മനസ്സ് ചുമ്മാ ഒന്ന് പോകും. ഒന്ന് സ്ത്രീയാണെന്നുള്ളൊരു തോട്ട്, 2 അവരെല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളും ചെയ്യണ്ടേ എന്നുള്ളൊരു തോട്ട്, നിനക്കത് ചെയ്യണമെന്ന് തോന്നുന്നു നീ ചെയ്തോളൂ എന്നുള്ളത് പറയുന്നതിനകത്ത് എൻ്റെ സപ്പോർട്ടും ഉണ്ടാവും. നമ്മളാരെയും എൻ്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ വരുതിയിലേക്ക് കൊണ്ടുവരാമെന്ന് ഞാൻ ശ്രമിക്കാറില്ല. നമ്മൾ പറയും, അത് ഇഷ്ടമുള്ളവർ കേൾക്കട്ടെ. മനസ്സിലായി. ഇതിനെ വേദനിപ്പിച്ചിട്ട് നമ്മൾ സന്തോഷിക്കുന്നത് ശരിയാണ്. ഈ സ്റ്റേജ് ഷോസ് ഒക്കെ അവതരിപ്പിക്കുമ്പോഴേ എപ്പോഴെങ്കിലും ഇതൊന്നും ഹാൻഡിൽ മനുഷ്യൻ്റെ ഇമോഷൻസിലൊക്കെ കൂടെ ആയിരിക്കും ചിലപ്പോൾ കടന്നു പോകുന്നത്. ഒരാളെ വിളിച്ച് കഴിയുമ്പം ഈ ഒരു ബാലൻസിങ് എങ്ങനെയാണ്? ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കയ്യിൽ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഇത് ബാലൻസ് ചെയ്യുന്നു? ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താണെന്നറിയോ? സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്ന് ഞാൻ പ്ലാൻ ചെയ്യും. അത് ഒരാൾക്ക് കയറി വരുന്ന ഒരാൾക്ക് അറിയില്ലല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയൊരു സാധനം പ്രേക്ഷകനും അവർക്കും മനസ്സിലാവരുത് അത് പാളിപ്പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തന്മയത്തോടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു 2 മണിക്കൂറിൻ്റെ ഒറ്റയ്ക്ക് നിന്നൊരു ഷോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. സ്റ്റേജിൽ കയറി കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. സൗണ്ട്, ലൈറ്റ്, LED വാള്, ലൈവ് സ്ട്രീമിംഗ് ക്യാമറ, ഇതെല്ലാം മ്യൂസിക് എൻ്റെ ലൈവാണ്, ലൈവ് മ്യൂസിക്കാണ് ചെയ്യുന്നത്. ഇതെല്ലാം വെച്ചിട്ടാണ് ഷോ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും പാളിച്ചകളുണ്ടാകും. വന്ന സ്പെക്ടേറ്ററിൻ്റെ ബുദ്ധി, അത് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്ന ആള് ഒരിക്കലും എനിക്ക് വേണ്ടി പിടിതരാൻ വേണ്ടിയിട്ട് വരുന്നതിനല്ലല്ലോ, മസിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതിനായിരിക്കും. കാരണം അവർക്ക് അതിൽ ജയിക്കുന്നവനാണല്ലോ കയ്യടി ഉണ്ടാകുന്നത്, അല്ലേ? അപ്പം ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഈ ഓപ്പൺ എയർ ഷോസ് ഞാൻ ചെയ്യാറില്ല. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ, അദ്ദേഹം വികാരി അച്ഛൻ, അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, എടാ ഞങ്ങളുടെ പള്ളി, ഞാനിവിടെ ഈ പള്ളിയിൽ വന്നതാണ് പുതുതായിട്ട്, അപ്പം നീ ഇവിടെ വന്നൊരു ചെറിയ പള്ളിയാണ്, അപ്പോൾ ഒരു സാധനം ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാൻ വേണ്ടി പോയി. അപ്പം ഞാൻ ആ ഒരു പള്ളിയിൽ ഒരു ഓപ്പൺ എയർ പ്രോഗ്രാം ചെയ്യുകയാണ്. അപ്പം ഒരു 2-3 എൻട്രി ആയിട്ട് പീസായിട്ട് സാധനം ചെയ്യുകയാണ്. അപ്പോൾ ഒരു തിയേറ്ററിൽ ഷോ എന്നുള്ള സാധനം ഒന്നും വർക്കൗട്ട് ആവില്ല. ഫസ്റ്റ് കയറി വന്ന ആൾ നല്ല ബോൾഡായിട്ട് കയറും, പക്ഷെ നല്ല വെള്ളമാണ്. അപ്പം ഞാൻ പറയുന്നത് പുള്ളിക്കും മനസ്സിലാകുന്നില്ല, പുള്ളിയോട് പറയുന്നതല്ല പുള്ളി ചെയ്യുന്നത്. അവസാനം അദ്ദേഹത്തെ ഇറക്കി വിട്ടിട്ട് അപ്പം അത്രയും ടൈം പോയി. പിടിയോ വേറൊരാളെ വെച്ചിട്ട് ആ സാധനം ചെയ്തു. കയ്യടിയും ആൾക്കാരും ഉണ്ടാവും. അപ്പം നമുക്ക് അവിടെ അത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് തോന്നുന്ന ഔന്നിത്യം അനുസരിച്ച് നമ്മളത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് പെട്ടെന്ന് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ ഇതിന് മുന്നേ വേറൊരു മെൻ്റലിസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഓഡിയൻസിൻ്റെ അകത്ത് ഇരിക്കുന്ന റാൻഡമായിട്ട് ഇപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആരോടെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഇത്ര ഒരു പ്രണയപരാജയം ഉണ്ടായിട്ട്, അത് കുറച്ച് നാൾ അല്ല ആയുള്ളൂ, നിങ്ങളുടെ മുഖം പറയുന്നുണ്ടെന്ന് പറഞ്ഞു, കുറച്ച് നാളായുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര ഇമോഷണലാണ് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? നമ്മളെല്ലാവരും ഇമോഷണൽ അല്ലേ ഏതെങ്കിലും തരത്തിലൊക്കെ. അതൊക്കെ വർക്കൗട്ട് ആക്കാൻ പറ്റും. എൻ്റെ ഷോ കാണാൻ നിങ്ങൾ വായോ. പക്ഷെ എല്ലാവരും കരയിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നും അല്ല ഷോ കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ രീതികളും പാറ്റേൺസും ആണ്. എൻ്റെ അത് ഇച്ചിരി സ്കെയറി ആക്കുക, ഇങ്ങനെ കിളി പോകുന്ന എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു. നമുക്ക് 1-2 എന്താണ് ഞെട്ടിയാലോ? ഞാൻ ചെയ്യുന്നത് ഞെട്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അത് നമുക്ക് 1-2 ഇതിന്റെ ശരിക്കും ഒരു 50% എനിക്ക് റോളുള്ളൂ, ബാക്കി 50% എൻ്റെ പ്രേക്ഷകന്റെ കയ്യിലാണ്. ജാമ്യം എടുക്കുന്നതല്ല. എന്താണെന്നറിയോ, നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഒന്ന്, ഭയങ്കര സ്കെപ്റ്റിക് മൈൻഡിലായിരിക്കും ഒരു കാര്യത്തെ കാണുക. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അക്സെപ്റ്റ് ചെയ്ത് തരുന്ന കാര്യത്തിനകത്ത് കുറച്ച് പുറകോട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ ബ്ലാക്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ യൂറോപ്യൻസിൻ്റെ അടുത്തോ അവർക്കറിയാം ഇത് ആർട്ടാണെന്നുള്ളത്. അപ്പോൾ അവരതിനു വേണ്ടി ടൈം കണ്ടെത്തിയിട്ട് എന്നുള്ളൊരു ഇമോഷൻ അവർ തരും. നമ്മൾ ആ സാധനമാണ് കൂടുതൽ വരിക. ഇതെല്ലാം മനസ്സിലാക്കി എടുത്തിട്ടാണ് ഞാൻ ഈ പണിക്ക് നിൽക്കാമെന്ന് ആലോചിക്കണം. അപ്പോൾ അതൊരു ചലഞ്ചാണ്.
പിന്നെ ഇതൊരു കലയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കലയ്ക്ക് വേണ്ടി ഞാൻ നിന്നോളാം, അല്ലെങ്കിൽ അത് ആസ്വദിക്കണം, എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരു തോട്ടിലാണെങ്കിൽ ഉറപ്പായിട്ട് രസമായിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ ഇത് ലൈവിൽ കാണേണ്ട സാധനമാണ്. ഇത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ എത്രത്തോളം കണ്ട പ്രേക്ഷകർക്ക് അത് അത്ഭുതമായി തോന്നുന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, അതിന് മുന്നേ ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റേജ് ഷോ പെർഫോം ചെയ്യുമ്പം അതിൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയല്ലേ ഈ ആൾക്കാർ ഫോണിലെടുത്തിട്ട് ഈ സാധനം പുറത്തു വിടും. അപ്പം ഇപ്പോൾ ഒരു 10 സ്റ്റേജ്, ഇപ്പം പറഞ്ഞ 10 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ അടുത്തൊരു ട്രിപ്പിന്, ഇപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റേജിൽ ആൾക്കാർ ഇതെടുത്തിട്ട് റീലുകളും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തു വിട്ട് കഴിയുമ്പോൾ അടുത്ത സ്റ്റേജിൽ പോകുമ്പോൾ ഇതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി പോവുമല്ലേ ചെയ്യുന്നത്? അതെങ്ങനെ ചെയ്യാറില്ല. അവിടെ അതിനുവേണ്ടി ആളെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ആദ്യമേ തന്നെ ഞാൻ ആരെയും കൊണ്ട് ഷൂട്ട് ചെയ്യിക്കാറില്ല. വെരി ഗുഡ്. ഓക്കെ, ആദ്യം തന്നെ പറയാറുമുണ്ട്, അത് അതിന് ആളെ നിർത്തിയിട്ടുണ്ട്. എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കും. ഓക്കെ. പക്ഷെ അത് എനിക്കിപ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം, ഇപ്പം ആൾക്കാർ അതങ്ങനെ ചെയ്യാറില്ല. അതായത് മറ്റ് പരിപാടികൾക്ക് നിന്ന് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി വീഡിയോ ഇടുന്നത് പോലെ അല്ലാതെ ഇങ്ങനത്തെ ഷോസിന് അവരതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു, ഇനി നമുക്ക് 1-2 ട്രിക്സിലേക്ക് കിടക്കാം. ആയിക്കോട്ടെ. ഓക്കെ, അപ്പം നിവിൻ, നമ്മൾ ഒരുപാട് നേരം ഒരുപാട് ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചു. ഈ സ്ഥിരമായിട്ട് എന്താണ് മെൻ്റലിസം, അത് എങ്ങനെ എത്തി എന്നുള്ള ടോപ്പിക്കൊക്കെ ഒരുപാട് സ്റ്റേജുകളിൽ പറഞ്ഞ് വിട്ട ടോപ്പിക്കാണ്. നമ്മൾ അതിലേക്കൊന്നും പിടിക്കാതെ ബാക്കിയുള്ള ഒരു ആർട്ട് ഫോം അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മാജിക് കാണുന്ന പോലെ, പാട്ടുകൾ കേൾക്കുന്ന പോലെ, മിമിക്രി കാണുന്ന പോലെ കല. അതിനപ്പുറത്തേക്ക് ഇതിനെ ഒന്നും കാണാണ്ട് ആരും അങ്ങനെ എടുത്ത് തലയിൽ വെക്കുകയും വേണ്ട. പക്ഷെ ആകെയുള്ളത് ഒരു നിഗൂഢതകളുള്ള, മിസ്റ്ററികളുള്ള, സീക്രസിയുള്ള ഒരു ആർട്ട് ഫോമാണ്. ഈ 1949 ഓസ്ട്രേലിയയിലാണ് ഇത് ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്ന പറഞ്ഞ് ഞാനൊരു ന്യൂസ് കണ്ടു. അത് ശരിയാണോ? ഐ മീൻ, അന്ന് ഇതൊരു മൈൻഡ് റീഡിങ് ടെക്നിക്ക് പോലെ കാണിക്കുകയും ഒന്ന് ഒരുപാട് ന്യൂസ് ആവുകയും അങ്ങനെ ഒരു വാർത്ത ഞാൻ വായിച്ചിരുന്നു. അത് ശരിയാണോ? ഞാനിത് റിസർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ കണ്ടതാണ്. ഫേക്ക് ന്യൂസ് ആയിരിക്കും. ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ വായിക്കാത്തതുകൊണ്ട് അത് അങ്ങനെ ഒന്നല്ല. അതല്ല, അതിൻ്റെ ഓസ്ട്രേലിയയിൽ നിന്നും വന്നതാണ് അല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനിയുള്ള യാത്രകളെല്ലാം മനോഹരമാവട്ടെ, തുടർന്നെല്ലാം പൊന്നാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ.